കേരള സർവകലാശാല രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണയുമായി സർക്കാർ. ഗവർണറും വിസിയും പ്രവർത്തിക്കുന്നത് RSSന്റെ ചട്ടുകമായെന്ന് മന്ത്രി ആർ ബിന്ദു റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വിസി പ്രവർത്തിക്കരുതെന്നും അങ്ങനെ ഒരു ചട്ടമ്പിത്തരവും അംഗീകരിക്കില്ലെന്നും മന്ത്രി ശിവൻകുട്ടിയും വ്യക്തമാക്കി. കേൾക്കാം പ്രതികരണം. RSSന്റെയും സംഘപരിവാര ശക്തികളുടെയും ചട്ടുകമായിട്ട് ഗവർണർ പ്രവർത്തിക്കുന്നു. ചാൻസലർ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ചട്ടുകമായിട്ട് വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം അമിതാധികാര പ്രയോഗത്തിലേക്ക് എപ്പോഴും നീങ്ങാണ്. അത് സംഘർഷം ഒഴിവാക്കുന്നതിനും നമ്മുടെ സർവകലാശാലയുടെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിനുമാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. യാതൊരു ആവശ്യവുമില്ലാതെ അദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ രജിസ്ട്രാറോടൊപ്പം തന്നെയാണ്. സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഗവർണർ ചടങ്ങിൽ പങ്കെടുത്തു. യഥാർത്ഥത്തിൽ ഗവർണർ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമം ലംഘിക്കുന്നു എന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കി എന്ന് അറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണറാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കരുത്. ഇത് കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചട്ടമ്പിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കേരള സർവകലാശാലയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിൽകുമാറിനെ SFI സർവകലാശാല ആസ്ഥാനത്ത് അല്പസമയത്തിനുള്ളിൽ സ്വീകരണമൊരുക്കും. സർവകലാശാലയിലെത്തുന്ന അനിൽകുമാറിനെ ഭരണഘടന നൽകിയാണ് സ്വീകരിക്കുക. റോഷിപാലും ഗോപാൽ ശിലാസനിലും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പൂർണ്ണമായിട്ടും തള്ളുകയാണ് വിസിയെയും ഗവർണറും RSSന്റെ ചട്ടുകമാണ് എന്നതാണ് ഇരുവരുടെയും പ്രതികരണം. ആ അർത്ഥത്തിൽ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുകയല്ലേ രജിസ്ട്രാർക്ക്? ഒപ്പം തന്നെ പോർമുഖം തുറക്കുകയാണോ വീണ്ടും സർക്കാർ? റോഷിപാൽ. അരുൺകുമാർ, ഒരിടവേളയ്ക്ക് ശേഷമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുകയാണ് വലിയ തർക്കങ്ങൾ, അത് തെരുവിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എല്ലാ ദിവസവും ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ, മന്ത്രിക്കെതിരെ പ്രതികരിക്കും, SFIക്കെതിരെ സംസാരിക്കും. SFI പ്രവർത്തകർ തെരുവിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യം. പുതുതായി രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറായി എത്തുമ്പോൾ സർക്കാരിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ തുടക്കത്തിൽ ഒരു തർക്കത്തിലേക്കില്ല, പോരാട്ടത്തിലേക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷേ കേരള സർവകലാശാലയിൽ ഭാരതാംബ വിഷയത്തിൽ നടപടി ഗവർണർ നിർദ്ദേശിച്ചതിന് പിന്നാലെ തന്നെ സർക്കാർ നിലപാട് മാറ്റി, CPM നിലപാട് മാറ്റി കഴിഞ്ഞു. കാരണം ഭാരതാംബ വിഷയത്തിൽ നേരത്തെ 2 വട്ടമാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റിന്റെ തീരുമാനം അറിയിച്ചത്. ഭാരതാംബ, ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ അംഗീകരിക്കാൻ കഴിയില്ല. ഗവർണർ ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകണം. അവിടെ ഭരണഘടനാ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ദേശീയ പതാക മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശം ഗവർണർ തന്നെ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർക്ക് നൽകണം എന്ന ആവശ്യമാണ്. അത് മന്ത്രിസഭാ തീരുമാനമായിരുന്നു. 2 വട്ടമാണ് ഈ കാര്യം മുഖ്യമന്ത്രി തന്നെ ഗവർണറെ രേഖാമൂലം അറിയിച്ചത്. പക്ഷേ അതിനുശേഷവും സർവകലാശാലയിൽ ഭാരതാംബയുടെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച് പരിപാടി നടത്താനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് അവിടെ രജിസ്ട്രാർ ഇത് സംഘടിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. അത് അനാദരവ് എന്ന് ചൂണ്ടിക്കാണിച്ച് നടപടിയെടുക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഈ രജിസ്ട്രാർക്കൊപ്പം നിൽക്കും, പാർട്ടിയും രജിസ്ട്രാർക്കൊപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വീണ്ടും ഒരു പോർമുഖം ഗവർണർ തുറന്നിരിക്കുന്നു എന്ന നിലപാടാണ് സർക്കാരിനും CPM ഉള്ളത്.